നമ്മളൊരു ഹാൻഡ് ഫീഡിങ് ബേർഡിനെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിപ്പോൾ ചെറിയ റേറ്റിൻ്റെ ആയിക്കോട്ടെ, അതുപോലെ തന്നെ വലിയ റേറ്റിൻ്റെ ആയിക്കോട്ടെ, ഇവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഇവരുടെ ഹാൻഡ് ഫീഡാണ്. അപ്പോൾ അത് നമ്മൾ ഏറ്റവും നല്ല ബ്രാൻഡ് നോക്കിയിട്ട് വാങ്ങിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനിയിപ്പോൾ അറിയില്ലെങ്കിൽ നമുക്കൊരു ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യുക, അല്ലെങ്കിൽ നമുക്കൊരു പെറ്റ് ഷോപ്പിൽ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ കിട്ടും. അപ്പോൾ അങ്ങനെ നമുക്ക് എന്താക്കാം, അവയ്ക്ക് ഏത് ബേർഡിന് ഏത് ഹാൻഡ് ഫീഡാണ് കൊടുക്കേണ്ടത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നമ്മൾ എന്താക്കുക, ബേർഡ്സിന് ഹാൻഡ് ഫീഡ് ചെയ്യാൻ തുടങ്ങും. അതുപോലെ ഇവരുടെ കുക്കിംഗ് വരുന്നത് നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് ഒരു ഏകദേശം നമുക്ക് കൈ തൊട്ടാൽ ചൂട് തോന്നുന്ന രീതിയിൽ, അധികം പൊള്ളാത്ത രീതിയിലുള്ള ആ ഒരു ചൂട് ആണ് നമുക്ക് ഇവയ്ക്ക് ഹാൻഡ് ഫീഡ് ചെയ്യാൻ പറ്റിയ ഒരു ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് കുക്ക് ചെയ്തതിന് ശേഷം അത് കുറച്ച് തണിഞ്ഞതിന് ശേഷം മാത്രം കൊടുക്കുക. ഇനിയിപ്പോൾ അത് നല്ലോണം തണുത്ത് പോയിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ടോട്ടലി ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ നന്നായിട്ട് ചൂടുള്ളതാണെങ്കിൽ ഇവർക്ക് ബേൺ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും വേണമെങ്കിൽ നമുക്കൊരു ടെമ്പറേച്ചർ വാങ്ങിച്ചിട്ട് അത് വെച്ചിട്ട് നമുക്ക് നോക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ബൈ.